നമസ്കാരം. ഇത് എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു ആമുഖത്തിൻ്റെ കാര്യം പോലുമില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാണ്. നന്ദഗോവിന്ദം ഭജൻസ് ഒരു കൂട്ടം ചെറുപ്പക്കാരാണത്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ആദ്യം എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. കേരളം കമ്മ്യൂണിസ്റ്റുകാർ ഉഴുതുമറിച്ചിട്ടൊരു മണ്ണാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇത് പൊതുവേ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കേരളത്തിലൊരു ഇടത് മനസ്സാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ അവരുടെ ആദർശങ്ങൾ, കമ്മ്യൂണിസത്തിൻ്റേതായിട്ടുള്ള ചില അസ്കിതകൾ, ഇതെല്ലാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഈ ബാധിച്ചത് എന്ന് പറയുന്ന ആ സംഗതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്തത്. അതായത് ഇവരുടെ വിശ്വാസമനുസരിച്ച് ദൈവമില്ല, മതങ്ങളില്ല, ജാതിയില്ല എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ എന്നാൽ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്കോ ഇതൊന്നും ബാധകമല്ല. അവർ വീണ്ടും അവരുടെ മതവിശ്വാസവുമായിട്ട് ദൈവവിശ്വാസവുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു. അവർ പള്ളിയിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇത് ബാധിക്കപ്പെട്ട ഹൈന്ദവർ പതുക്കെ പതുക്കെ ഇതിൽ നിന്നെല്ലാം വിട്ടുമാറുന്നു. അതായത് ക്ഷേത്രത്തിൽ പോകുന്നു കുറയുന്നു, ദൈവവിശ്വാസം പ്രകടിപ്പിക്കാതാവുന്നു, ആചാരവും അനുഷ്ഠാനവും ഒക്കെ അവർ മറക്കുന്നു. പിന്നെ ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു വർഷാവർഷം അനുഷ്ഠിക്കേണ്ട ഒരു ചില സംഗതികൾ മാത്രമായിട്ട് ചുരുക്കപ്പെടുന്നു. അങ്ങനെ പോകെ ഇത് നവോത്ഥാനമാണ്, ഇവിടെ ഞങ്ങൾ ഭയങ്കര ലിബറലാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുംബന സമരം വരുന്നു, ആർത്തവ കവാടം കെട്ടിയുള്ള സമരങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് താലി ചുട്ടരിക്കുന്ന അവിടം വരെ എത്തി. പിന്നീട് നമുക്കറിയാം അതിനിടയ്ക്ക് യുവതീ പ്രവേശനം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ കയറ്റുന്ന, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ കമ്മ്യൂണിസത്തിന് വേണ്ടി കിളച്ച് മറിച്ച് പാകപ്പെടുത്തി ഇട്ടുകൊണ്ട് വന്ന ഒരു മണ്ണായിരുന്നു കേരളത്തിൻ്റെ മണ്ണ്. അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഭരിക്കുന്ന സമയത്തെല്ലാം ഒരു ഇടത് മനസ്സ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ ദേശീയ രാഷ്ട്രത്തിൽ ഒരു വലിയ കാര്യം സംഭവിച്ചു. 2014 നരേന്ദ്രമോദി എന്നൊരു മനുഷ്യൻ്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വരുന്നു. അപ്പോൾ അതിനു മുമ്പ് വരെയുള്ള പ്രധാനമന്ത്രിമാർ അവർ ഏത് മതത്തിൽ ജീവിച്ചിരുന്നവരാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ശരി, ഈ മതേതരത്വത്തിൻ്റെ അസ്കിത കാരണം അവരൊന്നും അവരുടെ സ്വന്തം മതവിശ്വാസം പോലും പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തി ഈ മതാചാരത്തിൻ്റെ പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ മതാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ സിഖ് തലപ്പാവും വെച്ച് നടന്നിരുന്നത്. പക്ഷേ അപ്പോൾ പോലും അവരുടേതായിട്ടുള്ള ആ വിശ്വാസ രീതികൾ പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം കാണിച്ചിരുന്നില്ല. അതിന് മുമ്പുള്ള പല പ്രധാനമന്ത്രിമാരും അങ്ങനെ തന്നെയായിരുന്നു. അവിടേക്കാണ് നരേന്ദ്രമോദി ആര് എന്തു പറയുന്നു എന്നത് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരും വിമർശിക്കുന്നില്ല, വിമർശിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അദ്ദേഹം പോകും. ചെങ്കോൽ എന്ന് പറഞ്ഞ ഒരു പ്രതീകം അല്ലെ, അതിൻ്റെ മുന്നിൽ അദ്ദേഹം നിലത്ത് കിടന്ന് തൊട്ട് വന്നിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കാൾ മുതിർന്ന സന്യാസിമാരെ, ശിവരിമാരെയൊക്കെ അദ്ദേഹം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇതൊന്നും വിമർശനങ്ങളൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും പല കാര്യത്തിലും അദ്ദേഹം ഗുഹകളിൽ ധ്യാനത്തിലിരിക്കാൻ പോകുന്നു. ഇതൊക്കെ അദ്ദേഹം കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഇവിടെ ഉള്ള കോടാനുകോടിയോളം വരുന്ന ഹൈന്ദവർക്ക് ആ ഒരു ബോധം ഉദിക്കുന്നത്. പ്രധാനമന്ത്രി എന്നൊരു പദവിയിൽ, ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ വിശ്വാസം മറകൂടാതെ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തങ്ങൾ എന്തിന് അതിന് മടിക്കണം? അതുവരെ ഹിന്ദുവായി ജനിച്ചു പോയി എന്ന തരത്തിൽ പരിതപിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ജനക്കൂട്ടം, അല്ലെങ്കിൽ കോടാനുകോടികളോളം വരുന്ന ഒരു വലിയ സമൂഹം, അതെ ഞാൻ ഹിന്ദുവാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യ മാറാൻ തുടങ്ങി. അപ്പോൾ വടക്കേ ഇന്ത്യയിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ അത് ഇതിനകം തന്നെ ശക്തമായി വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കണ്ട വേടനും ഈ എന്താ പറയുക, ഗൗരി എന്ന് പറഞ്ഞൊരു വേറെ ഒരു പാട്ടുകാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടാണ് പാട്ട് പാടുന്നത്. അപ്പോൾ വേടൻ്റെ വീതം അങ്ങനെ, ഈ ഗൗരിയുടെ വീതം അങ്ങനെ കുറേ പാട്ടുകാരും അവരെ കാണാൻ വേണ്ടി ആൾക്കൂട്ടമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദഗോവിന്ദം എന്ന് പറഞ്ഞ ഭജൻസ് പാടുന്ന, അതായത് നന്ദഗോവിന്ദം എന്ന് പറഞ്ഞ ഇവർ വളരെ പെട്ടെന്ന് വൈറലാവുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ ഈ വർഷമാണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണോ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷമൊന്നും തുടങ്ങിയതല്ല. അവർ 2000-ൻ്റെ തുടക്കത്തിലെന്തോ തുടങ്ങിയതാണ്. ഏതാണ്ട് 25 വർഷത്തോളം അവർ ഈ ഭജൻസ് ആലപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ വൈറലായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ അവർ സോഷ്യൽ മീഡിയയിലൂടെയും വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞപ്പോൾ അവരുടെ പരിപാടികൾ കാണാൻ വൻ ജനക്കൂട്ടമാണ് വരുന്നത്. പൂഴി നുള്ളിയിട്ടാൽ പോലും താഴെ എത്താത്ത രീതിയിൽ ആളുകൾ വരുന്നു, ആളുകൾ അത് ആസ്വദിക്കുന്നു. ഓരോ ദിവസവും ഇതിൻ്റെ ഈ ആളുകൾ എത്തുന്നതിൻ്റെ എണ്ണം ഇരട്ടിക്കുന്നു. വളരെ ഭക്തിയോടെ ഇതിന് മുഴുകി അവരുടെ കൂടെ പാടുന്ന ആളുകളെ കാണുന്നു. തീർച്ചയായിട്ടും ഇത് ഒന്നിലധികം തവണ ആവർത്തിക്കുമ്പോൾ വിശ്വാസമില്ലാത്തവർ പോലും, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നവർ പോലും ഈ പാട്ടുകൾ വീണ്ടും പാടുകയും അവരറിയാതെ തന്നെ ക്ഷേത്രത്തിൽ പോകാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ മുഴുകാനുമൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ ഒരു തോന്നലുണ്ടാവും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ സുഡാപ്പി ടീമുകളൊക്കെ ഇതിലെ അപകടം മനസ്സിലാക്കിയത്. ഹിന്ദുക്കൾ വീണ്ടും ഒരുമിക്കുന്നു. അഥവാ ഇത്തരം ഈ ഭജൻസ് അവരെ ഒരുമിപ്പിക്കാൻ സഹായിക്കുന്നു.
അപ്പോൾ ഇതാ വന്നു അവർക്കെതിരെയുള്ള ആരോപണം. ഇത് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണത്രേ ഈ നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ള ആളുകൾ. അങ്ങനെ എന്തെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമാണെങ്കിൽ അത് പെട്ടെന്ന് വരേണ്ട കാര്യമാണ്. ഇത് അങ്ങനെയല്ല. അവർ 25 വർഷമായിട്ട് അവിടെ ഉണ്ട്. ഇപ്പോഴാണ് അവർ ഇത്രയേറെ ഈ ആളുകളിലേക്ക് ചെല്ലുകയും ഇത്രയും തിരക്കായതും ഇത്രയും ആൾ കൂടാനും കാരണം ഇപ്പോഴാണ്. ഒരുപക്ഷേ അവരുടെ ആ ശൈലിയിലുള്ള മാറ്റവും ഇപ്പോൾ പുതിയ രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അവരുടെ അവതരണമൊക്കെ കൊണ്ടായിരിക്കാം അവർ വളരെ പെട്ടെന്ന് പറയുമ്പോൾ 25 വർഷം കൊണ്ടുണ്ടെങ്കിലും പെട്ടെന്നാണ് ഈ ഒരു പ്രശസ്തിയിലേക്ക് എത്തിയത്. അതിനൊപ്പം തന്നെ മറ്റു ചില ഭജൻസുകളും ഇതേപോലെ വരുന്നുണ്ട്. ഇതിനകം തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ ഇതേപോലെ തന്നെ ഭജൻസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ഹൈന്ദവർ അങ്ങോട്ടേക്ക് പോകുന്നു. ഹൈന്ദവർ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വരെ ഇത് കാണാൻ വരുന്നു. അത് വലിയ അപകടമാണ് എന്ന് ചിലർക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ഇറക്കിക്കൊടുത്ത ടൂളാണെന്നും ഇതിനെ തടയേണ്ടതുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും നിന്ന് ആദ്യം ചെറുതായിട്ട് പോസ്റ്റുകളും മറ്റും തുടങ്ങി. പിന്നെ കൂട്ടമായിട്ട് ഇവർക്കെതിരെ ഉള്ള ആക്രമണങ്ങൾ വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ അവരുടെ ഭജൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഇപ്പോൾ രാജഭരണമായിരുന്നെങ്കിൽ ഈ രാജകുമാരൻ എന്നൊക്കെ പറയാവുന്ന അവിടുത്തെ വ്യക്തിയെ പോയി അവർ കാണുകയും മറ്റുമൊക്കെ ചെയ്തു. ആ കൂട്ടത്തിലുള്ള ഫോട്ടോസും ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ നെറ്റിയിലെ കുറി കണ്ടിട്ട് ഇതാ കണ്ടോ ഇവർ സംഖ്യയാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പോസ്റ്റുകൾ വരുന്നു. അതായത് സംഖ്യകളും RSS ഒക്കെ ചേർന്നിട്ടാണ് അത്രേ ഇവരെ ഇങ്ങോട്ട് ഇറക്കി വിട്ടതും. അത് ഹിന്ദുക്കളെ ഇങ്ങനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് രാഷ്ട്രീയ അജണ്ടയാണ്, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ടൂളാണ് എന്ന തരത്തിൽ വിമർശനങ്ങൾ വരുന്നു. ഒന്ന് ഓർത്ത് നോക്കുക, നിങ്ങൾ ഇത് രാഷ്ട്രീയ അജണ്ടയാണ്, പൊളിറ്റിക്കൽ ടൂളാണ് എന്ന് പറഞ്ഞാലും അതേ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. കണക്കായി പോകണം. എന്തേ നിങ്ങൾക്ക് മാത്രമേ ഒന്നിക്കാൻ പറ്റുള്ളൂ? ഹിന്ദു ഒന്നിച്ചാൽ എന്താ പറ്റുക? നോക്കട്ടെ. ഹിന്ദു ഒന്നിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച അവർ പള്ളിയിൽ ചെല്ലുന്നു. അവിടെ അവരുടേതായിട്ടുള്ളൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. വെള്ളിയാഴ്ച അവരുടെ പുരുഷന്മാരാണെങ്കിലും അവർ വരുന്നു. അവരുടെ ഈ മൊല്ലാക്ക അല്ലെങ്കിൽ മത മേലധ്യക്ഷൻ പറയുന്നത് അവർ കാതോർത്ത് കേൾക്കുന്നു. അങ്ങനെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ സംഭവിക്കുന്ന ഒരു സംഗതി. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഇവർ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ പോലും അവരുടെ വരുതിയിൽ നിർത്തുന്നത്. അതായത് വെള്ളിയാഴ്ചത്തെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കൂട്ടം അത് ഓരോ പള്ളിയിലും കാണും, ഞായറാഴ്ചയും കാണും. ആ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനത്തിനെയും പള്ളിയിലെ അച്ഛൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ പള്ളിയിലെ മുക്രി വിചാരിച്ചാൽ, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ വിചാരിച്ചാൽ നിർത്താൻ പറ്റുന്ന ആൾക്കൂട്ടമാണ്. അപ്പോൾ ഇവരെ കാണിച്ചുകൊണ്ടാണ് ഇടതിനെയും വലതിനെയും ഇവർ ഇത്ര കാലവും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, അവരുടെ കാര്യങ്ങൾ അവർ നേടിക്കൊണ്ടിരുന്നത്. ഈ ഒരു യൂണിറ്റി പക്ഷേ ഹിന്ദുവിനില്ലായിരുന്നു. അങ്ങനെ ഹിന്ദു ഒന്നിച്ചാൽ അത് വലിയ അപകടമാണ്. ഇവിടെ കമ്മ്യൂണിസം കാണില്ല, പിന്നെ കോൺഗ്രസും കാണില്ല എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിനാൽ ഇത്തരം കൂട്ടായ്മകൾ അത് ആര് നടത്തിയാലും, ഈ നന്ദഗോവിന്ദം ഭജൻസ് അല്ല, ഇനി വേറെ ആരെങ്കിലും നടത്തിയാലും അതൊക്കെ അവർക്ക് ദോഷമായിട്ടുള്ള കാര്യമാണ്. അവരതിനെ എതിർക്കാൻ നോക്കും. പക്ഷേ എല്ലാ തവണത്തെയും പോലെ അവർ ഇതിലും പരാജയപ്പെടും. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPMൻ്റെ നേതൃത്വത്തിൽ അവർ ഭജനം തുടങ്ങും. ഇതേപോലെ തന്നെ ഒരിക്കൽ അവർ രാമായണ മാസം ഈ ഹൈന്ദവർ പ്രത്യേകിച്ചും ഈ RSS ഒക്കെ മുൻകൈ എടുത്ത് തുടങ്ങിയപ്പോൾ, രാമായണ മാസം ആചരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം അതിനെ അവർ വിമർശിച്ചു, എതിർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് കാഴ്ചയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M സ്വരാജിനെ പോലെയുള്ളവരാണ് രാമായണ പാരായണമൊക്കെ നടത്തുന്നത്. അതേപോലെ തന്നെ ശോഭായാത്രയൊക്കെ അവർ ആദ്യം എതിർത്തു. പിന്നീട് അവർ തന്നെ അത് നടത്താൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ യോഗ കൊണ്ടുവന്നപ്പോൾ അവർ അതിനെ ആദ്യം എതിർത്തിരുന്നു. അത് ഹിന്ദുത്വയുടെ സംഗതിയാണ്, അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ തന്നെ യോഗ നടത്തുന്ന കാഴ്ച കൊണ്ട് ഏറ്റവും ഒടുവിൽ ഇതാ ഈ ഭജൻസാണ്. ഇതും നാളെ അവർ ചെയ്യും, ഒരു സംശയം വേണ്ട. ഹൈന്ദവ ഭക്തിഗാനങ്ങൾ തന്നെയായിരിക്കും അവർ പാടുന്നത്. ഇതിനിടയ്ക്ക് ഈ ഗണഗീതത്തിനെയും മറ്റും അങ്ങനെയുള്ള കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരും അതേ ഈണത്തിലുള്ള ഗണഗീതങ്ങൾ ചൊല്ലിത്തുടങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ കുറച്ച് വിമർശനങ്ങൾ വരുന്നത് കൂടി നല്ലതാണ് എന്നേ പറയാനുള്ളൂ. കാരണം അവർ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. മാത്രമല്ല മറ്റൊരു പരിപാടിക്കോ, അതായത് വലിയ വയലൻസ് ഉള്ളൊരു സിനിമയാവട്ടെ, അല്ലെങ്കിൽ മറ്റ് വേടൻ്റെ പാട്ടാവട്ടെ, ഗൗരി ലക്ഷ്മിയുടെ എന്തോ അതിൻ്റെ പേര് അതുപോലുള്ളവരുടെ പാട്ടാവട്ടെ, ഇതിനൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു ആനന്ദം, ഒരു നിർവൃതി ഇവരുടെ ഭജൻസ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ്, കിട്ടുന്നുണ്ട് എന്നാണ് അവരുടെ സാക്ഷ്യം. അത് പല പരിപാടി കഴിഞ്ഞിട്ടും പ്രതികരണം നമ്മൾ ആരായുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വിശ്വാസമില്ലാത്തവർ വരെ അവരുടെ ഒപ്പം അവരുടെ കൂടെ ഈ ഭജൻസ് പാടുന്ന കാഴ്ച, പതുക്കെ ആ പാട്ടിലേക്ക് അഡിക്റ്റ് ആവുന്നൊരു കാഴ്ച. അങ്ങനെ ഇവർ എവിടെയെങ്കിലും പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം തന്നെ പോയി ആ പരിപാടി കാണുന്ന ചില സിനിമാ താരങ്ങൾ വരെ ഉണ്ടെന്ന് ഓർക്കണം. കൃത്യമായും അവർ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ, ബാംഗ്ലൂരിലാണെങ്കിൽ അവിടെ, ഇനി പുറത്ത് പോകണമെങ്കിൽ അവിടെയും പോയി ഈ പരിപാടി കാണാൻ അങ്ങനെ മാത്രം പോകുന്ന ചില സിനിമാ താരങ്ങളുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടയാൻ അവർക്കാവില്ല. ഇതുപോലെ എന്തെങ്കിലും വിമർശനമൊക്കെ ഉന്നയിച്ച് കുറച്ചൊന്ന് ഇതിൻ്റെ കുതിപ്പ് തടയാൻ അവർ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുകയാണ്. പറ്റില്ല. ഹൈന്ദവർ ഒന്നിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെന്നേ. ഈ പഴയ കാലത്തെ പോലെ ജാതി വ്യത്യാസമൊക്കെ വെച്ചിട്ട് പരസ്പരം തമ്മിൽ തീരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത്രേ ഇവരോടൊക്കെ പറയാനുള്ളൂ. അതിപ്പോൾ ഏത് പള്ളിയിൽ പോയി പറയണമെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി.